ഇർഫാനും മക്ബൂലും കൂട്ടുകാരാണ്. മക്ബൂലിന് ഒരു ചിക്കൻ കടയുണ്ട്. പക്ഷേ ഇർഫാന് ജോലിയൊന്നും തന്നെ ഇല്ല. എന്താ സുഹൃത്തെ, ഇന്ന് നിനക്ക് ജോലി കിട്ടിയില്ലേ? ഞാൻ എന്ത് പറയാനാ, എനിക്ക് ഇന്നും ജോലി കിട്ടിയില്ല. ഇത്രയും പഠിച്ചിട്ട് എന്ത് പ്രയോജന? ഒരു ജോലി പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കിന്നെ അറിയുന്നില്ല. ഇപ്പോ റുക്സേനെ നോക്കുന്ന ജോലിയും എന്റെ തലയിൽ വന്നു. സുഹൃത്തെ, നീ ഇത്രയും പെട്ടെന്ന് കല്യാണം ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നിനക്ക് പറ്റിപ്പോയി. ജോലി ചെയ്തേ പറ്റൂ, ജോലി കണ്ടേ പറ്റൂ. നിനക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ ഏതുപോലെ ചുറ്റുവട്ടാരത്തിലെ കല്യാണം ചെയ്തതെന്ന്. ഞാനങ്ങ് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ റുക്സേന അവളുടെ അച്ഛൻ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്തേനെ. പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഭാരമായത്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? എടാ ഇർഫാൻ, നിനക്ക് ഷവർമ ചെയ്യാൻ നന്നായിട്ട് അറിയാലോ. അതെ, നിനക്കൊരു ഷവർമ കട വെച്ചൂടെ? എടാ, കട വെക്കണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമില്ലേ? അതിന് ഞാൻ എവിടെ പോവും? അതിന് ഞാനുണ്ടല്ലോ, ഞാൻ നിനക്ക് കടം തരാം. നിന്റെ ബിസിനസ് കുറച്ച് വളരട്ടെ, എന്നിട്ട് നീ നിന്റെ കടം താ. അതും ശരിയാണ്. ഇർഫാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് റുക്സാനയോട് നടന്നതൊക്കെ പറഞ്ഞു. ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഒരു വഴി കിട്ടിയല്ലോ. ഞാൻ വേഗം തന്നെ ഒരു ഷവർമ കട തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് നല്ല വരുമാനം വരുന്ന എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാവും. തീർച്ചയായും. ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. മക്ബൂലിനോട് കാശ് കടം വാങ്ങി ഇർഫാൻ ഷവർമ ചെയ്യാനുള്ള മെഷീൻ വാങ്ങി. അവൻ മക്ബൂലിന്റെ കടയിൽ നിന്നും തന്നെ ചിക്കൻ വാങ്ങിക്കാനായി ചെന്നു. അങ്ങനെ പതുക്കെ അവന്റെ ഷവർമ കടയും തുടങ്ങി. ചേട്ടാ, ഒരു ഷവർമ തരൂ. ധാരാളം വാങ്ങിച്ചോളൂ. പതുക്കെ പതുക്കെ ഇർഫാന്റെ ഷവർമ കടയിൽ കസ്റ്റമേഴ്സിന്റെ തിരക്ക് അധികരിക്കാൻ തുടങ്ങി. ഇതിന്റെ രുചി വളരെ നന്നായിട്ടുണ്ട് ചേട്ടാ. പിന്നെ ഉണ്ടാവില്ലേ, ഒക്കെ മസാല വീട്ടിൽ നിന്നുണ്ടാക്കിയതാണ്. വാവ്, അത്ഭുതം തന്നെ. കഴിക്കാൻ തന്നെ നല്ല രുചിയുണ്ട്. ഇർഫാനും ഒരുപാട് സന്തോഷമായി. അതായത് അവന്റെ ഷവർമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. അവന്റെ കസ്റ്റമേഴ്സ് ഒരുപാട് ആകാംക്ഷയോടെ അവിടേക്ക് ഷവർമ കഴിക്കാനായി എത്തും. ഒരാഴ്ചയായപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് കിട്ടിയ കാശ് അവൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4000 റുപ്യ ലാഭം കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള 2000 റുപ്യ നമ്മുടെ വീട്ടു ചെലവിനും ബാക്കിയുള്ളത് ചെലവിന് വെച്ചോളാം. പിന്നെ ബാക്കിയുള്ള 2000 റുപ്യ മക്ബൂൽ ചേട്ടന് തിരിച്ചു കൊടുക്കണം. അതെ അതെ, അതാണ് ശരി. ഇതേപോലെ തന്നെ നടന്നാൽ മക്ബൂൽ ചേട്ടനടുത്ത് വാങ്ങിയ കടൻ വേഗം തന്നെ കെട്ടാൻ പറ്റും. എന്താ, ശരിയല്ലേ? തീർച്ചയായും. അന്ന് ഇർഫാൻ മക്ബൂലിനോട് ആദ്യത്തെ പലിശ നൽകാനായി ചെന്നു. ഞാൻ വിചാരിക്കുന്നു നിന്റെ കട നന്നായിട്ട് പോകുന്നുണ്ടല്ലേ ഇർഫാൻ? അതെ ചേട്ടാ, ഇതേപോലെ നന്നായിട്ട് പോകുമെന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും നടക്കും. നീ ഇതേപോലെ തന്നെ നന്നായിട്ട് ചെയ്യൂ. തീർച്ചയായിട്ടും ചേട്ടാ. ഇർഫാൻ ദിവസവും വൈകുന്നേരം തന്റെ ഷവർമ കട തുടങ്ങും. പിന്നീട് അവൻ തന്റെ കട തുറന്നതും തന്നെ അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം എത്താൻ തുടങ്ങും. എനിക്കൊരു ഷവർമ തരൂ. എനിക്കും 2 ഗാർലിക് ഷവർമ പാർസൽ. എനിക്കും ഒരു ഷവർമ. ഇരിക്കൂ, ഇപ്പൊ കൊണ്ടുവരാം. കട ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് വരെ ഇർഫാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. കസ്റ്റമേഴ്സിന്റെ തിരക്ക് ഒരിക്കലും കുറയില്ലായിരുന്നു. ഓരോ ദിവസവും രാത്രി 10 മണി ആയതും തന്നെ കട ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് ചെന്ന് തനിക്ക് കിട്ടിയ വരുമാനം എണ്ണി നോക്കി ഇർഫാൻ ഒരുപാട് സന്തോഷിച്ചു. സുബൈർ ദിവസവും ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഷവർമ ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടല്ലോ. ഞാനൊരു ഷവർമ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഇർഫാൻ ഷവർമ 80 ഉറുപ്പിക്കാണ് വിൽക്കുന്നത്. ഞാൻ അതിനെക്കാട്ടും കുറഞ്ഞ വിലയിലാണ് വിൽക്കാൻ പോകുന്നത്. എന്നാലേ ജനങ്ങളൊക്കെ എന്റെ അടുത്ത് വന്ന് വാങ്ങിക്കും. സുബൈർ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെ ഷവർമയുടെ വില കുറയ്ക്കാമെന്ന് ഗൂഢാലോചന ചെയ്തു. ഞാൻ വില കുറഞ്ഞ ചിക്കനാണ് വാങ്ങേണ്ടത്. പിന്നെ വില കുറഞ്ഞ ചിക്കൻ വാങ്ങിക്കാനായി സുബൈർ ഒരുപാട് കടകളിലേക്ക് ചെന്നു. എല്ലാ കടകളിലും അവന് ഒരേ വിലയിലാണ് കിട്ടിയത്. അവസാനം അവൻ അക്രമിന്റെ ഷോപ്പിലേക്ക് ചെന്നു. അക്രം ഒരു 1-ാം നമ്പർ കള്ളനാണ്. ഇതാ നോക്കുമോനെ, എനിക്ക് ദിവസവും 10 കിലോ ചിക്കൻ ആവശ്യമാണ്. പക്ഷെ വില കുറച്ചായിട്ടാ ഇടേണ്ടത്. എന്നാ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? നീ ചത്തുപോയ കോഴിയെ വാങ്ങിച്ചോ. ചത്തുപോയ കോഴീനെ കിലോന് ഞാൻ 50 ഉറുപ്പിക വാങ്ങിക്കുന്നുള്ളൂ. ചത്തുപോയ കോഴി കൊണ്ട് വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ. അങ്ങനൊന്നുമില്ല. ചത്തുപോയ കോഴിയാണ് നല്ല വ്യാപാരം ഉണ്ടാവുന്നത്. ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ലട്ടോ. ഏത് കോഴിയും കഴിക്കുന്നവന് ചത്ത കോഴിയാണോ ഇല്ല വെട്ടിയ കോഴിയോ ആണെന്ന് ആർക്കും അറിയാം. പക്ഷെ ഇതുകൊണ്ട് ആർക്കും ഒരു സൂക്കേടൊന്നും വരില്ലല്ലോ. നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നും വരില്ലേ? അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ
പോകുന്ന വഴിയിൽ അത് കാറ്റിൽ കിട്ടാതെ മരിച്ചു പോകുന്നു. ഇത് കഴിക്കുന്നോണ്ട് വേറെ ഒരു പ്രശ്നം വരില്ല. എന്നാ ശരി, ഈ കച്ചവടത്തില് ഞാനുണ്ട്. നീ ദിവസവും 50 ഉറുപ്പ്യക്ക് 10 കിലോ ചിക്കൻ അങ്ങ് തന്നേക്ക്. പക്കാ. സുബൈർ ഷവർമ ചെയ്യാനുള്ള മെഷീൻ വാങ്ങി. പിന്നീട് അവൻ ഇർഫാന്റെ ഷവർമ കടയുടെ തൊട്ടടുത്ത് തന്നെ തന്റെ ഷവർമ കട ഓപ്പൺ ചെയ്തു. സുബൈർ ഒരു വലിയ പലകയിൽ വില എഴുതി വെച്ചു. സുബൈർ വെറും 50 രൂപയ്ക്ക് ഷവർമ വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇർഫാന്റെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് കുറച്ചുപേർ അവിടെ വില കുറവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കടയിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഇർഫാന്റെ കടയിൽ മാത്രമേ ഷവർമ കഴിക്കാറുള്ളൂ. ചേട്ടാ, നിങ്ങളോടുള്ള ഷവർമ ടേസ്റ്റ് അവിടെ കിട്ടുന്നില്ലട്ടോ. എന്തോ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ഒരു ഷവർമ 50 ഉറുപ്പ്യനുള്ളിൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിൽക്കുന്നു. അതും ശരിയാണ്. പക്ഷേ ആരാണ് ദിവസം അത് കഴിക്കുന്നു? അവര് നിന്റെ അടുത്ത് വന്നേ കഴിക്കുള്ളൂ. നീ വിഷമിക്കണ്ട. അതെ, എനിക്ക് അള്ളാന്റെ മേലെ വിശ്വാസമുണ്ട്. അന്ന് ഇർഫാൻ മക്ബൂൽ ബായെ കണ്ടു. എന്തു പറ്റി ഇർഫാൻ? ഇന്ന് നിന്റെ മുഖം വല്ലാതെ മാറ്റമുണ്ടല്ലോ. എന്തു പറ്റി? എന്ത് പറയാനാ ചേട്ടാ, സുബൈർ വന്നിട്ട് ഒരു ഷവർമ കടയും തുടങ്ങി. പിന്നെ ഷവർമയ്ക്കാണെങ്കിൽ 50 ഉറുപ്പ്യക്കാണ് വിൽക്കുന്നത്. ഇത്രയും കുറഞ്ഞ വിലയിൽ എങ്ങനെ? അത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടാ. അവൻ എന്തോ ഒരു കള്ളക്കളി ചെയ്യുന്നു തോന്നുന്നു. അതെന്താന്ന് കണ്ടുപിടിക്കണം. പക്ഷേ എങ്ങനെ? നീ എന്റെ കൂടെ വാ. അന്ന് ഇർഫാനും മക്ബൂലും സുബൈറിനെ ഫോളോ ചെയ്തു പോയി. അപ്പോഴാണ് സുബൈർ അക്രമിന്റെ ചിക്കൻ കടയിലേക്ക് പോയത് അവർ ശ്രദ്ധിച്ചത്. ഇപ്പൊ മനസ്സിലായി. എന്ത്? അക്രം ഒരു വല്ലാതെ മോശക്കാരനാണ്. ഇവൻ ഷുബൈറിന് വില കുറഞ്ഞ കോഴീനാണ് കൊടുക്കുന്നത്. എല്ലാം ഒരു ചത്ത കോഴിയായിരിക്കും. പക്ഷേ ഇത് നല്ലതല്ലല്ലോ. ജനങ്ങൾ ഇതൊക്കെ കഴിച്ചാൽ എന്തായാലും സൂക്കേടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരും ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ സുബൈറെയും അക്രമിനെയും തടുത്തു നിർത്താമെന്ന്. അപ്പോഴാണ് മക്ബൂലിന് ഓർമ്മ വന്നത്. അതായത് അവരുടെ ഇലാക്കയിൽ ഒരു ഫുഡ് ഇൻസ്പെക്ഷൻ ഓഫീസ് ഉണ്ട്. അവിടെ ഫുഡിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് നമുക്ക് നൽകാം. നമ്മൾ ഫുഡ് ഇൻസ്പെക്ടറിന് പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ശരി. ഇർഫാനും മക്ബൂലും ഫുഡ് ഓഫീസിലേക്ക് ചെന്നു. പിന്നീട് അവർ അവിടെ ഉണ്ടായിരുന്ന വലിയ ഓഫീസറിനോട് സുബൈറിന്റെ കള്ളത്തരത്തെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു. നമുക്ക് ആ ഷവർമയെ ചെക്ക് ചെയ്യണം. സുബൈറിന്റെ ഷവർമ കടയിലേക്ക് ഫുഡ് ഓഫീസർ വന്നു. എന്നിട്ട് ആ കടയിലുണ്ടായിരുന്ന ചിക്കനും റൊട്ടിയും അവർ ടെസ്റ്റ് ചെയ്തു നോക്കി. സാർ, എന്തെങ്കിലും നമുക്കൊരു സെറ്റിൽമെന്റ് ചെയ്യാം. നീ ജനങ്ങളുടെ ജീവിതത്തിലാണ് കളിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് നീ കൈക്കൂലി തരാൻ നോക്കുന്നോ? ഓഫീസർ സാമ്പിൾ എടുത്തു. എന്നിട്ട് ടെസ്റ്റ് ചെയ്തു. സാർ, ഈ ചിക്കൻ ഒന്നും കഴിക്കാനേ പറ്റില്ല. ഇത് കഴിക്കുന്നോണ്ട് ജീവൻ തന്നെ പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇവനെ പോലീസിലേക്ക് അറസ്റ്റ് ചെയ്തേക്ക്. പോലീസ് സുബൈറിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അവർ അക്രമിനെയും അറസ്റ്റ് ചെയ്തു. എല്ലാവർക്കും സുബൈറിന്റെ കള്ളത്തരം മനസ്സിലായി. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം നല്ലവനായ ഇർഫാന്റെ കടയിലേക്ക് ആളുകൾ തിരിച്ചെത്തി. ഇർഫാന്റെ കഷ്ടവും കുറയാൻ തുടങ്ങി. പിന്നെ അത്യാഗ്രഹിയായ സുബൈറിന് അവൻ ചെയ്തതിന്റെ ശിക്ഷയും ലഭിച്ചു. എപ്പോഴും ഓർമ്മ വെച്ചോളൂ, ഏതൊരു വസ്തുവും വില ഒരുപാട് കുറവായിരുന്നാൽ അതിന്റെ തരത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകും. വിഷ്ണു ഒരു അന്യജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ നിന്നും പോകണമെന്ന് ഒരു ശിക്ഷയും കിട്ടി. വിഷ്ണുവും അപർണയും മകൾ പല്ലവിയോടൊപ്പം ഒരു നദിയുടെ കരയിൽ ജീവിച്ചു വന്നു. ദിവസവും അതിരാവിലെ വിഷ്ണു കൂലിപ്പണി ചെയ്യാനായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. വഴിയിൽ അവൻ പല്ലവിയെയും അവളുടെ സ്കൂളിൽ വിടുമായിരുന്നു. ഇവിടെ വീട്ടിൽ അപർണ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വീട്ടുജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടും അവൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നദിയിൽ നിന്നും മീൻ പിടിക്കുമായിരുന്നു. ദിവസവും ഇങ്ങനെ മീനുകളെ പിടികൂടി അപർണ ഈ ജോലിയിലൊരു എക്സ്പേർട്ടായി മാറി. ഇപ്പോൾ അവൾക്ക് തന്റെ കൈകൾ കൊണ്ട് തന്നെ മീൻ പിടികൂടാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ നല്ല ദിവസമാ. വീട്ടിൽ ചെന്ന് ഞാൻ മീൻ വറക്കും. അപർണ ആ നദിയിൽ നിന്നും പിടികൂടിയ എല്ലാ മീനുകളെയും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നല്ലതുപോലെ ശുദ്ധീകരിച്ച് പാകം ചെയ്യുമായിരുന്നു. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ രുചിയും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വൈകുന്നേരം വിഷ്ണുവും പല്ലവിയും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൂടെ മീനും വിളമ്പിക്കൊടുത്തു. രുചിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇതിൽ രുചിച്ചു നോക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ നന്നായിരിക്കും.
ഓ അതെയോ? അതെ അമ്മേ. നിങ്ങൾ ഉണ്ടാക്കുന്ന മീനുകളൊക്കെ എന്റെ സ്കൂളിലേക്ക് അയക്കില്ലേ? അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട്സ് അത് വിടാതെ കഴിക്കും. നിങ്ങളുടെ അമ്മ വളരെ നന്നായി മീനുണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യം. അതെ അതെ, നിന്നെ പോലെ ആർക്കും തന്നെ മീൻകറി വെക്കാനേ സാധിക്കില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. മീനെന്ന് പറഞ്ഞതും എനിക്കൊരു കാര്യം തോന്നി. ഞാൻ കുറെ മീനുകൾ പിടിച്ച് അത് മാർക്കറ്റിൽ വിൽക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കിട്ടും. ആ, നിനക്ക് വിൽക്കാം. നീ നന്നായി മീനുകളെ പിടികൂടുമല്ലോ. ആ, അപ്പൊ നാളെ മുതൽ ഞാൻ പണി തുടങ്ങാം. അടുത്ത ദിവസം അപർണ ഒരുപാട് മീനുകളെ പിടികൂടി. എന്നിട്ട് ആ മീനുകളെല്ലാം ഒരു കുട്ടയിലാക്കി മാർക്കറ്റിലേക്കും പോയി. നല്ല നല്ല മീനുകൾ. ഇന്നാണ് നദിയിൽ നിന്ന് പിടിച്ച മീനുകൾ. നല്ല വെള്ളത്തിൽ നിന്ന് എടുത്ത മീനാണോ? ആ ചേച്ചി, ഇതൊക്കെ നദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. ഒരുപാട് ആൾക്കാർ അപർണയുടെ മീൻ കണ്ട് അടുത്തേക്ക് വന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമേ മീൻ വാങ്ങിയുള്ളൂ. ഇത് കണ്ട് അപർണ ഒരുപാട് വേദനിച്ചു. സാരമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാ എന്റെ മീനുകളൊക്കെ വിറ്റുപോകും. അപർണ തന്നെത്താനെ സമാധാനപ്പെടുത്തി. പിന്നെ കുട്ടയും എടുത്ത് അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവും അപർണ നല്ല നല്ല മീനുകൾ പിടികൂടി. എന്നിട്ട് അത് വിൽക്കാനായി മാർക്കറ്റിലേക്കും പോയി. മീൻ വാങ്ങിക്കോളൂ, നല്ല നല്ല മീനുകൾ. ഇന്നും അവസ്ഥ അത് തന്നെ. മീനുകൾ അധികം വിറ്റതേയില്ല. ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അപർണയുടെ മനസ്സ് വേദനിച്ച് അവൾ ഒരുപാട് ദുഃഖിതയായി. അവൾ മീനുകൾ നിറച്ച കുട്ടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടെ അവൾ പാചകം ചെയ്തു. വിഷ്ണു വീട്ടിലേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഇരിക്കുന്നത് കണ്ട് അപർണയുടെ മൂഡ് ശരിയല്ല എന്നവന് മനസ്സിലായി. അപർണെ, എന്തു പറ്റി? മീൻ വിറ്റ് കുറച്ച് പൈസ സമ്പാദിക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷെ ആരും എന്റെ മീനുകൾ വാങ്ങുന്നേയില്ല. നിനക്ക് മീൻ വിൽക്കുന്നതിന് പകരം മീൻ കറി വിറ്റുകൂടെ? ആ, എല്ലാവരും വാങ്ങിക്കോളും. എന്താ ഏട്ടാ, കളിയാക്കുകയാണോ? അയ്യോ, അല്ല അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ വെച്ചുണ്ടാക്കുന്ന മീൻകറിക്ക് എന്ത് രുചിയാണെന്ന് നിനക്കറിയാമോ? എന്നിരുന്നാലും മീനിനെ പിടികൂടുന്നത് നീയല്ലേ. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്കും നിനക്ക് വിൽക്കാം. നീ നന്നായി ഒന്ന് ആലോചിക്കേ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ അപർണയും വിഷ്ണു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും എന്റെ മീൻകറി പുകഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം ശ്രമിച്ചു നോക്കിയേക്കാം. എങ്ങനെയായാലും എനിക്ക് പൈസ സമ്പാദിച്ചാൽ മതിയല്ലോ. മീനുകൾ വിറ്റ് അല്ലെങ്കിൽ മീൻകറി വിറ്റ് എന്തായിരുന്നാലും എന്താ. ഇപ്പോൾ അപർണയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അവൾ വീണ്ടും ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അപർണ നല്ല മീനുകൾ പിടികൂടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്തുകൊണ്ടിരുന്നു. പാചകം ചെയ്തതിനു ശേഷം അപർണ ഒരു പാത്രത്തിൽ മീനുകളെല്ലാം വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈസും വെച്ചു. പിന്നെ അവൾ ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അപർണ മാർക്കറ്റിൽ എത്തി. മീൻ കറി വെറും 25 രൂപയിൽ മീൻ കറി. മീൻ പാത്തെന്ന് കേട്ടതും കസ്റ്റമേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. ഈ മീൻ ഫ്രഷ് അല്ലേ? അതെ, ഇന്ന് രാവിലെ പിടിച്ചതാണ്. ശരി ശരി, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. അപർണയപ്പോൾ അയാൾക്ക് ഒരു പ്ലേറ്റ് മീൻ ബാത്ത് കൊടുത്തു. അയാൾ അവിടെ തന്നെ നിന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. ആ മീനിന്റെ മണം അവിടെ മുഴുവനും പടർന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അപർണയുടെ അടുത്ത് വന്നു. എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ആ ശരി. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപർണയും അവർക്ക് മീൻ ബാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഓരോ പ്ലേറ്റിനും അവൾക്ക് 25 രൂപയും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ മീൻ ബാത്ത് മുഴുവനും കാലിയായി. അങ്ങനെ അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. വൈകുന്നേരം വിഷ്ണു വീട്ടിൽ വന്നതും അപർണ പല്ലവിക്കും അവനും ജിലേബിയും കൊടുത്തു. ജിലേബി? അയ്യോ, ഇതെന്താ സ്പെഷ്യലാണല്ലോ. നിങ്ങളത് കഴിക്കൂ, പറയാം. 3 പേരും ജിലേബി കഴിച്ചു. പിന്നെ അപർണ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണുവിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മീൻ ബാത്ത് എല്ലാവരും രുചിയോടെ കഴിക്കുമെന്ന്. എനിക്കും കുറച്ച് മീൻ ബാത്ത് ഇട്, ഞാൻ കഴിക്കട്ടെ. അയ്യോ, അതൊക്കെ തീർന്നു പോയല്ലോ. എന്താ? അങ്ങനെ അന്നു മുതൽ അപർണയുടെ മീൻ ബാത്ത് കച്ചവടം വളരെ നന്നായി നടന്നു. അപർണ എപ്പോൾ മാർക്കറ്റിൽ വരുമെന്ന് കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലായി.
ദേ അവിടെ നോക്കൂ, മീൻ കടക്കാരി വന്നു. അവൾ അവിടെ വരുന്നതും അവൾക്ക് ചുറ്റിനും വലിയൊരു കൂട്ടം തന്നെ കൂടും. അവൾ സമ്പാദിച്ച പണം കൊണ്ട് അപർണ അവരുടെ വീടും നന്നാക്കിയെടുത്തു. വിഷ്ണുവും അപർണയെ മീൻ ബാത്ത് ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവളെ സഹായിക്കുമായിരുന്നു. വിഷ്ണു ഇപ്പോൾ കൂലിപ്പണിയും നിർത്തി. ഭാര്യയും ഭർത്താവും ഇപ്പോൾ മീൻ ബാത്ത് വിറ്റുകൊണ്ടിരുന്നു. അവർ മാർക്കറ്റിൽ ഒരു കടയും തുറന്നു. അവരുടെ മീൻ ബാത്ത് ബിസിനസ് വളരെ സൂപ്പറായി പോയി. പിന്നെ കുറച്ചു നാൾ കൊണ്ട് തന്നെ അപർണ ഗ്രാമത്തിൽ മീൻ കടക്കാരി എന്ന പേരിൽ പ്രശസ്തിയായി. ഇപ്പോൾ അവളുടെ കുടുംബം മുഴുവനും ഈ ജോലിയിൽ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. കുട്ടിച്ചേതനെ ചെറിയ പ്രായത്തിൽ തന്നെ ആരോ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് പോയി. അവന് അച്ഛനമ്മയെ അറിഞ്ഞുകൂടാ, വേറെ ആരെയും അറിഞ്ഞുകൂടാ. അവൻ ആ സ്റ്റേഷനിൽ തന്നെയാണ് വളർന്നത്. കുറച്ചു വലിയവനായപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ പിപ്പോക്കറ്റ് അടിക്കാനൊക്കെ പഠിച്ചിരുന്നു. അതിൽ കിട്ടുന്ന കാശുകൊണ്ട് അവൻ ആഹാരം വാങ്ങി കഴിക്കുമായിരുന്നു. പിന്നെ അവനെ പോലെയുള്ള സ്റ്റേഷനിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ആഹാരം വാങ്ങി കൊടുക്കുമായിരുന്നു. வயிறு நிறைஞ்சிருச்சுன்னா நீங்க மட்டும் இல்லைன்னா அப்புறம் நான் பசியோட தூங்கியிருப்பேன்னா. ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്ക് ഒരിക്കലും വിശന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. ഒരു ദിവസം ചേതൻ പിക് പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ കുടുങ്ങിപ്പോയി. അപ്പോൾ പോലീസ് അവനെ പിടിച്ച് ക്രൂരമായി ശിക്ഷിച്ചു. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിലിട്ടു. ഇങ്ങനെ കളവ് നിർത്താൻ നിനക്ക് നാണമില്ലടാ. എന്ത് ചെയ്യണം സാറേ, ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ജോലി അറിയില്ലല്ലോ. എന്റെ അച്ഛൻ ചെറുപ്പത്തിലെ എന്നെ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ട് പോയതാ. എനിക്ക് എന്റെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി എന്റെ തൊഴിലായി കളവ് നടത്തേണ്ടി വന്നു. എനിക്ക് നല്ലതുപോലെ അറിയാം, നിന്നെ പോലുള്ള കള്ളന്മാര് ആദ്യം പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കും. എന്നിട്ട് നാട്ടുകാരെ പോക്കറ്റ് അടിക്കും. സാറേ, എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ജോലി കിട്ടണ്ട സാറേ. അപ്പോഴാണ് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഒരു വലിയ കാർ വന്ന് നിന്നത്. ഉടൻ തന്നെ പോലീസുകാർ ചേതനെ ജയിലിലേക്ക് അടച്ചു. ആദ്യം മന്ത്രി വന്നിട്ടുണ്ടല്ലോ, എല്ലാവരോടും അല്പം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞേ. മന്ത്രിക്ക് വരാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്ക്. ചേതന്റെ കൂടെ തുറങ്കലിൽ ഇനിയൊരു കൈദിയും ഉണ്ടായിരുന്നു. ചേതൻ അവനോട് ചോദിച്ചു, ഇത് എന്തു പറ്റി? രാഷ്ട്രീയം ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണോ? എന്തിനാ മന്ത്രിമാരെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് എഴുന്നള്ളുന്നത്? ഓ, എന്നാ മിനിസ്റ്റർ ആടാവേ, അയാളും നമ്മളെ പോലെ തന്നെ ഒരു ജയിൽ പുള്ളിയാടാവേ. എന്ത് ജയിൽ പുള്ളിയാണെന്നോ? എന്നിട്ടെന്തിനാ പോലീസുകാരെല്ലാം അയാളെ തൊഴുതുകൊണ്ട് നടക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. നമ്മളെല്ലാം ചെറിയ കളവുകളാ നടത്തുന്നത്, എന്നിട്ടും പോലീസുകാർ നമ്മളെ അടിച്ചും ഇടിച്ചും ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിടുകയല്ലേ. ഈ മിനിസ്റ്ററും നമ്മളെ പോലെ തന്നെ കളവാടേ നടത്തുന്നത്. 1000 ലക്ഷവും കോടിയാണെന്ന് മാത്രം. എന്നാലും പോലീസുകാരെ അവരെ താണു വണങ്ങി തൊഴുതുകൊണ്ട് നടക്കുമല്ലേ. പോലീസ് ഇൻസ്പെക്ടർ ചെന്ന് മിനിസ്റ്ററിന്റെ കാറിന്റെ കതക് തുറന്നു വിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് വരാൻ പറഞ്ഞു. നമസ്കാരം സാറേ, സാറിന്റെ പിടിപ്പ് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാനുള്ള കാരണം. ആ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. താൻ എനിക്ക് ഇവിടെ എല്ലാ സൗകര്യം ചെയ്തു തരണം. കമ്മീഷണറെ മണിയടിച്ചിട്ടാ ഞാൻ ഈ ജയിലിലേക്ക് എല്ലാം സെറ്റാക്കിയത്. നിങ്ങൾ വിഷമിക്കണ്ട സാറേ, സാറിന് ഈ സ്റ്റേഷനിൽ ഒരു കുറവുണ്ടാവില്ലെന്ന് ഉറപ്പായും ആ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം സാറേ. പോലീസ് ഇൻസ്പെക്ടർ മിനിസ്റ്ററെ വളരെ ബഹുമാനത്തോടെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി പോലീസ് മിനിസ്റ്ററെ തന്റെ കസേരയിൽ ഇരുത്തി. മിനിസ്റ്റർ പറഞ്ഞു, ജയിലില് ഫ്രിഡ്ജ്, AC, TV ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതെ സാർ, എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് സാറേ. സാറിന് ഒരു രീതിയിലും ഈ സ്റ്റേഷനിൽ ഒരു കുറവുണ്ടാവില്ല. ചേതൻ ജയിലിനകത്തിരുന്ന് ഇതെല്ലാം കാണുകയായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവന് വളരെ ആശ്ചര്യം തോന്നി. ഇത് വല്ലാത്ത ലോകം തന്നെ. ജനങ്ങളുടെ പണം അടിച്ചു മാറ്റിയിട്ട് ഇവൻ കാരണം എത്ര കുടുംബങ്ങളാണെന്ന് പട്ടിണി കിടക്കുന്നത്. ജയിലിലാണെങ്കിൽ ആഡംബരമായിട്ടുള്ള ജീവിതവും. എന്ത് ചെയ്യാനാ മച്ചാരെ, ലോകം എങ്ങനെയായി പോയി. നമ്മളെ വിശപ്പ് മാറ്റാൻ വേണ്ടി ചെറിയ ഒരു കളവ് നടത്തിയത് വലിയ അപരാധമായി പോയി. ഇവന്മാരൊക്കെ വലിയ വലിയ കൊള്ളം നടത്തിയിട്ടും സർവ്വ സംവിധാനം ചെയ്തു കൊടുക്കുകയല്ലേ പോലീസുകാർ ഇവർക്ക്. പോലീസ് ഇൻസ്പെക്ടർ വളരെ മര്യാദയോടുകൂടി മിനിസ്റ്ററെ ജയിലിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ സ്ഥലം വളരെ വൃത്തിയുള്ളതായിരുന്നു. പക്ഷെ അത് കാണാൻ തികച്ചും ഒരു ലിവിംഗ് റൂം പോലെയായിരുന്നു. അതിനകത്ത് TV, ഫ്രിഡ്ജ്, AC എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കഴിക്കാൻ മിനിസ്റ്ററിന് വളരെ സ്വാദുള്ള ആഹാരങ്ങൾ കിട്ടി. പക്ഷെ മറ്റുള്ളവർക്ക് ഉള്ളിയും വെറും സാധാരണ റൊട്ടിയും മാത്രം. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇച്ചിരി അച്ചാറ് തരുമോ? ഈ ഉണങ്ങിയ റൊട്ടി ഞാൻ എങ്ങനെ തിന്നാനാണ്? ആദ്യം നീ ഒരു പാവപ്പെട്ടവനാണെന്നല്ലേ പറഞ്ഞത്. നിന്റെ വർത്താനം കേട്ടാ നീ എന്നും ബിരിയാണിയാ തിന്നോണ്ടിരുന്നെന്ന് തോന്നുവല്ലോടാ. അവൻ അച്ചാറ് വേണം പോലും. വേണമെങ്കിൽ തിന്നിട്ട് എഴുന്നേറ്റ് പോടാ. നാളെ മുതൽ അല്ലെങ്കിൽ ഇതും കിട്ടൂല. വേണ്ട സാറേ, ഞാൻ ഇത് തിന്നോളാം. അടുത്ത ദിവസം കൈദികൾ എല്ലാവർക്കും കല്ല് പൊട്ടിക്കാനുള്ള ജോലി നൽകി. പക്ഷേ കൈദിയായ മിനിസ്റ്റർ മാത്രം ഒരു ചെയറിലിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഇൻസ്പെക്ടറോട് പറഞ്ഞു, എടോ ഇൻസ്പെക്ടറെ, ഭയങ്കര വെയിലാ ഇവിടെ. താൻ പോയി ഒരു കൊട എടുത്തോണ്ടോന്നേ. യെസ് സാർ, ഇപ്പൊ കൊണ്ടുവരാം സാർ. പോലീസ് ഇൻസ്പെക്ടർ കൈദി മിനിസ്റ്ററിനെ വെയിൽ കൊള്ളാതിരിക്കാൻ കുട പിടിച്ചുകൊണ്ട് നിന്നു. മറ്റുള്ള കൈദികളൊക്കെ വെയിലിൽ ജോലിയെടുക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് കുട്ടിച്ചേതന്റെ കാലിൽ അറിയാതെ കോടാലി കൊണ്ടു. കാല് മുറിഞ്ഞു.
നിന്റെ കണ്ണ് കാണാൻ പാടില്ലടാ, നോക്കി ജോലി ചെയ്യാൻ പാടില്ലേ? നീ കോടാലി കൊണ്ട് നിന്റെ കാല് മുറിച്ചല്ലോടാ. എന്താ സാറേ, ഞാൻ അറിഞ്ഞു വെച്ചോണ്ട് സ്വയം എന്റെ കാല് മുറിക്കോ സാറേ? ഞാനെന്താ മണ്ടനാന്ന് വിചാരിച്ചോ സാറേ? നിനക്ക് നാക്ക് ഇത്തിരി കൂടുതലാണല്ലോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. പോലീസ് ഇൻസ്പെക്ടർ കുട്ടിച്ചേതനെ വല്ലാതെ അടിച്ചു. എന്നിട്ട് അവനെ ജയിലിലേക്ക് ഇട്ടു. അന്ന് അവന് കഴിക്കാൻ പോലും ഒന്നും നൽകിയില്ല. എന്റെ പൊന്നളിയാ, വെറുതെ എന്തിനാ അളിയൻ അവരോട് തർക്കിക്കാൻ നിൽക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഉള്ളത് നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാം, അല്ലെങ്കിൽ പട്ടിണിക്ക് കിടന്ന് ഉറങ്ങേണ്ടി വരും. എന്റെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ആ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. അവർക്ക് ഞാനാ എന്നും ഭക്ഷണം കൊടുത്തിരുന്നത്. പാവം അതുങ്ങൾ പട്ടിണിക്കായിരിക്കും കിടക്കുന്നത്. ആ കള്ള തിരുമാടി ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ കുട്ടികളുടെ ഉറക്കം കളഞ്ഞേച്ച് ഇവിടെ തിന്ന് മതിച്ച് സുഖിച്ച് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനൊരു തീരുമാനം എടുത്തു. ഇവിടുന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനൊരു മന്ത്രിയാവാൻ തീരുമാനിച്ചു. ഇവനെ പോലെ കള്ളത്തിരുമാടിയായ മന്ത്രിയല്ല, ഇല്ലാത്തവനും പാവപ്പെട്ടവർക്കും സഹായിക്കുന്ന മന്ത്രി. ഇങ്ങനെയുള്ള കള്ളന്മാരായ മന്ത്രിമാർക്ക് തീർച്ചയായും ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ പിയ ആയിരിക്കും അളിയാ. എനിക്ക് അളിയൻ ജോലി തരുമല്ലോ അല്ലേ? ആ, നീ എന്റെ കൂട്ടുകാരനല്ലേ? നിന്നെ കൂടെ നിർത്തിയില്ലെങ്കിൽ വേറെ ആരെ നിർത്താനാ? എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെയുള്ള മന്ത്രിമാരെ നാട് കടത്തും. ഒരു ദിവസം കുട്ടിച്ചേതൻ കൈദി മിനിസ്റ്ററോട് ചോദിച്ചു, അത് എനിക്കൊരു കാര്യം അറിയണം. ഈ മന്ത്രിയാകാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാവൂ? നിന്നെപ്പോലെ ഊച്ചാളിയായ ആളുകളൊക്കെ ഇങ്ങനെ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന അത്ര നല്ലതല്ല. മര്യാദക്ക് ഞാൻ കിടക്കുന്ന സ്ഥലം പോയി ക്ലീൻ ചെയ്യടാ. എന്താ സാറേ ഇതൊക്കെ? ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചതിന് അതിന് മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ അറിയില്ല എന്ന് പറ സാറേ. 6 മാസങ്ങൾക്ക് ശേഷം കുട്ടിച്ചേതൻ തന്റെ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് അനാഥരായ ജനങ്ങൾക്ക് ഇലക്ഷൻ നിന്ന് ആ ഏരിയയിലെ മിനിസ്റ്ററായി മാറി. കുട്ടികൾക്കെല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷനും പിന്നെ ആഹാരവും നൽകി. തെറ്റു ചെയ്യുന്ന മിനിസ്റ്ററുകൾക്ക് വളരെ ക്രൂരമായ ശിക്ഷ നൽകി. കുട്ടിച്ചേതന് ചെറിയ പ്രായത്തിൽ തന്നെ ആരോ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് പോയി. അവന് അച്ഛനമ്മയെ അറിഞ്ഞുകൂടാ, വേറെ ആരെയും അറിഞ്ഞുകൂടാ. അവൻ ആ സ്റ്റേഷനിൽ തന്നെയാണ് വളർന്നത്. കുറച്ച് വലിയവനായപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ പിപ്പോക്കറ്റ് അടിക്കാനൊക്കെ പഠിച്ചിരുന്നു. അതിൽ കിട്ടുന്ന കാശുകൊണ്ട് അവൻ ആഹാരം വാങ്ങി കഴിക്കുമായിരുന്നു. പിന്നെ അവനെ പോലെയുള്ള സ്റ്റേഷനിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ആഹാരം വാങ്ങി കൊടുക്കുമായിരുന്നു. வயிறு நிறைஞ்சிருச்சுன்னா நீங்க மட்டும் இல்லைன்னா அப்புறம் நான் பசியோட தூங்கியிருப்பேன்னா. ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്ക് ഒരിക്കലും വിശന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. ഒരു ദിവസം ചേതൻ പിക് പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ കുടുങ്ങിപ്പോയി. അപ്പോൾ പോലീസ് അവനെ പിടിച്ച് ക്രൂരമായി ശിക്ഷിച്ചു. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിലിട്ടു. ഇങ്ങനെ കളവ് നിർത്താൻ നിനക്ക് നാണമില്ലടാ. എന്ത് ചെയ്യാനാ സാറേ? ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ജോലി അറിയില്ലല്ലോ. എന്റെ അച്ഛൻ ചെറുപ്പത്തിലെ എന്നെ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ട് പോയതാ. എനിക്ക് എന്റെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി എന്റെ തൊഴിലായി കളവ് നടത്തേണ്ടി വന്നു. എനിക്ക് നല്ലതുപോലെ അറിയാം, നിന്നെ പോലുള്ള കള്ളന്മാര് ആദ്യം പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കും, എന്നിട്ട് നാട്ടുകാരെ പോക്കറ്റ് അടിക്കും. സാറേ, എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ജോലി കിട്ടണ്ട സാറേ. അപ്പോഴാണ് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഒരു വലിയ കാർ വന്ന് നിന്നത്. ഉടൻ തന്നെ പോലീസുകാർ ചേതനെ ജയിലിലേക്ക് അടച്ചു. അതേ മന്ത്രി വന്നിട്ടുണ്ടല്ലോ, എല്ലാവരോടും അല്പം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞേ. മന്ത്രിക്ക് വരാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്ക്. ചേതന്റെ കൂടെ തുറങ്കലിൽ ഇനിയൊരു കൈദിയും ഉണ്ടായിരുന്നു. ചേതൻ അവനോട് ചോദിച്ചു, ഇത് എന്തു പറ്റി? രാഷ്ട്രീയം ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണോ? എന്തിനാ മന്ത്രിമാരെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് എഴുന്നള്ളുന്നത്? ഓ, എന്നാ മിനിസ്റ്റർ ആടാവേ, അയാളും നമ്മളെ പോലെ തന്നെ ഒരു ജയിൽ പുള്ളിയാടാവേ. എന്ത് ജയിൽ പുള്ളിയാണെന്നോ? എന്നിട്ട് എന്തിനാ പോലീസുകാരെല്ലാം അയാളെ തൊഴുതുകൊണ്ട് നടക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. നമ്മളെല്ലാം ചെറിയ കളവുകളാ നടത്തുന്നത്, എന്നിട്ടും പോലീസുകാർ നമ്മളെ അടിച്ചും ഇടിച്ചും ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിടുകയല്ലേ. ഈ മിനിസ്റ്ററും നമ്മളെ പോലെ തന്നെ കളവാടേ നടത്തുന്നത്. 1000 ലക്ഷവും കോടിയാണെന്ന് മാത്രം, എന്നാലും പോലീസുകാരെ അവരെ താണു വണങ്ങി തൊഴുതുകൊണ്ട് നടക്കുമല്ലേ. പോലീസ് ഇൻസ്പെക്ടർ ചെന്ന് മിനിസ്റ്ററിന്റെ കാറിന്റെ കതക് തുറന്നുവിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് വരാൻ പറഞ്ഞു. നമസ്കാരം സാറേ. സാറിന്റെ പിടിപ്പ് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാനുള്ള കാരണം. ആ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. താൻ എനിക്ക് ഇവിടെ എല്ലാ സൗകര്യം ചെയ്തു തരണം. കമ്മീഷണറെ മണിയടിച്ചിട്ടാ ഞാൻ ഈ ജയിലിലേക്ക് എല്ലാം സെറ്റാക്കിയത്. നിങ്ങൾ വിഷമിക്കണ്ട സാറേ. സാറിന് ഈ സ്റ്റേഷനിൽ ഒരു കുറവുണ്ടാവില്ലെന്ന് ഉറപ്പായും ആ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം സാറേ. പോലീസ് ഇൻസ്പെക്ടർ മിനിസ്റ്ററെ വളരെ ബഹുമാനത്തോടെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി പോലീസ് മിനിസ്റ്ററെ തന്റെ കസേരയിൽ ഇരുത്തി. മിനിസ്റ്റർ പറഞ്ഞു, ജയിലില് ഫ്രിഡ്ജ്, AC, TV ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതെ സാർ, എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് സാറേ. സാറിന് ഒരു രീതിയിലും ഈ സ്റ്റേഷനിൽ ഒരു കുറവുണ്ടാവില്ല. ചേതൻ ജയിലിനകത്തിരുന്ന് ഇതെല്ലാം കാണുകയായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവന് വളരെ ആശ്ചര്യം തോന്നി. ഇത് വല്ലാത്ത ലോകം തന്നെ. ജനങ്ങളുടെ പണം അടിച്ചു മാറ്റിയിട്ട് ഇവൻ കാരണം എത്ര കുടുംബങ്ങളാണെന്ന് പട്ടിണി കിടക്കുന്നത്. ജയിലിലാണെങ്കിൽ ആഡംബരമായിട്ടുള്ള ജീവിതവും. എന്ത് ചെയ്യാനാ മച്ചാരെ,
ലോകം എങ്ങനെയായി പോയി. നമ്മളെ വിശപ്പ് മാറ്റാൻ വേണ്ടി ചെറിയ ഒരു കളവ് നടത്തിയത് വലിയ അപരാധമായി പോയി. ഇവന്മാരൊക്കെ വലിയ വലിയ കൊള്ള നടത്തിയിട്ടും സർവ്വ സംവിധാനം ചെയ്തു കൊടുക്കുകയല്ലേ പോലീസുകാർ ഇവർക്ക്. പോലീസ് ഇൻസ്പെക്ടർ വളരെ മര്യാദയോടുകൂടി മിനിസ്റ്ററെ ജയിലിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ സ്ഥലം വളരെ വൃത്തിയുള്ളതായിരുന്നു. പക്ഷെ അത് കാണാൻ തികച്ചും ഒരു ലിവിംഗ് റൂം പോലെയായിരുന്നു. അതിനകത്ത് TV, ഫ്രിഡ്ജ്, AC എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കഴിക്കാൻ മിനിസ്റ്ററിന് വളരെ സ്വാദുള്ള ആഹാരങ്ങൾ കിട്ടി. പക്ഷെ മറ്റുള്ളവർക്ക് ഉള്ളിയും വെറും സാധാരണ റൊട്ടിയും മാത്രം. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇച്ചിരി അച്ചാറ് തരുമോ? ഈ ഉണങ്ങിയ റൊട്ടി ഞാൻ എങ്ങനെ തിന്നാനാണ്? ആദ്യം നീ ഒരു പാവപ്പെട്ടവനാണെന്നല്ലേ പറഞ്ഞത്. നിന്റെ വർത്താനം കേട്ടാ നീ എന്നും ബിരിയാണിയാ തിന്നുകൊണ്ടിരുന്നെന്ന് തോന്നുവല്ലോടാ. അവൻ അച്ചാറ് വേണം പോലും. വേണമെങ്കിൽ തിന്നിട്ട് എഴുന്നേറ്റ് പോടാ. നാളെ മുതൽ അല്ലെങ്കിൽ ഇതും കിട്ടൂല. വേണ്ട സാറേ, ഞാൻ ഇത് തിന്നോളാം. അടുത്ത ദിവസം കൈദികൾ എല്ലാവർക്കും കല്ല് പൊട്ടിക്കാനുള്ള ജോലി നൽകി. പക്ഷേ കൈദിയായ മിനിസ്റ്റർ മാത്രം ഒരു ചെയറിലിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഇൻസ്പെക്ടറോട് പറഞ്ഞു, എടോ ഇൻസ്പെക്ടറെ, ഭയങ്കര വെയിലാ ഇവിടെ. താൻ പോയി ഒരു കൊട എടുത്തുണ്ടോന്നേ. യെസ് സാർ, ഇപ്പൊ കൊണ്ടുവരാം സാർ. പോലീസ് ഇൻസ്പെക്ടർ കൈദി മിനിസ്റ്ററിനെ വെയിൽ കൊള്ളാതിരിക്കാൻ കുട പിടിച്ചുകൊണ്ട് നിന്നു. മറ്റുള്ള കൈദികളൊക്കെ വെയിലിൽ ജോലിയെടുക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് കുട്ടിച്ചേതന്റെ കാലിൽ അറിയാതെ കോടാലി കൊണ്ടു. കാല് മുറിഞ്ഞു. നിന്റെ കണ്ണ് കാണാൻ പാടില്ലടാ. നോക്കി ജോലി ചെയ്യാൻ പാടില്ലേ? നീ കോടാലി കൊണ്ട് നിന്റെ കാല് മുറിച്ചല്ലോടാ. എന്താ സാറേ, ഞാൻ അറിഞ്ഞു വെച്ചോണ്ട് സ്വയം എന്റെ കാല് മുറിക്കോ സാറേ? ഞാനെന്താ മണ്ടനാന്ന് വിചാരിച്ചോ സാറേ? നിനക്ക് നാക്ക് ഇത്തിരി കൂടുതലാണല്ലോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. പോലീസ് ഇൻസ്പെക്ടർ കുട്ടിച്ചേതനെ വല്ലാതെ അടിച്ചു. എന്നിട്ട് അവനെ ജയിലിലേക്ക് ഇട്ടു. അന്ന് അവന് കഴിക്കാൻ പോലും ഒന്നും നൽകിയില്ല. എന്റെ പൊന്നളിയാ, വെറുതെ എന്തിനാ അളിയൻ അവരോട് തർക്കിക്കാൻ നിൽക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഉള്ളത് നമുക്ക് രണ്ടുപേരും കൂടെ കഴിക്കാം. അല്ലെങ്കിൽ പട്ടിണിക്ക് കിടന്ന് ഉറങ്ങേണ്ടി വരും. എന്റെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. അവർക്ക് ഞാനാ എന്നും ഭക്ഷണം കൊടുത്തിരുന്നത്. പാവം അതുങ്ങൾ പട്ടിണിക്കായിരിക്കും കിടക്കുന്നത്. ആ കള്ള തിരുമാടി ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ കുട്ടികളുടെ ഉറക്കം കളഞ്ഞേച്ച് ഇവിടെ തിന്ന് മതിച്ച് സുഖിച്ച് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനൊരു തീരുമാനം എടുത്തു. ഇവിടുന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനൊരു മന്ത്രിയാവാൻ തീരുമാനിച്ചു. ഇവനെ പോലെ കള്ളത്തിരുമാടിയായ മന്ത്രിയല്ല, ഇല്ലാത്തവനും പാവപ്പെട്ടവർക്കും സഹായിക്കുന്ന മന്ത്രി. ഇങ്ങനെയുള്ള കള്ളന്മാരായ മന്ത്രിമാർക്ക് തീർച്ചയായും ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ PA ആയിരിക്കും അളിയാ. എനിക്ക് അളിയൻ ജോലി തരുമല്ലോ അല്ലേ? ആ, നീ എന്റെ കൂട്ടുകാരനല്ലേ. നിന്നെ കൂടെ നിർത്തിയില്ലെങ്കിൽ വേറെ ആരെ നിർത്താനാ? എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെയുള്ള മന്ത്രിമാരെ നാട് കടത്തും. ഒരു ദിവസം കുട്ടിച്ചേതൻ കൈദി മിനിസ്റ്ററോട് ചോദിച്ചു, അത് എനിക്കൊരു കാര്യം അറിയണം. ഈ മന്ത്രിയാകാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാവൂ? നിന്നെപ്പോലെ ഊച്ചാളിയായ ആളുകളൊക്കെ ഇങ്ങനെ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന അത്ര നല്ലതല്ല. മര്യാദക്ക് ഞാൻ കിടക്കുന്ന സ്ഥലം പോയി ക്ലീൻ ചെയ്യടാ. എന്താ സാറേ ഇതൊക്കെ? ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചതിന് അതിന് മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ അറിയില്ല എന്ന് പറ സാറേ. 6 മാസങ്ങൾക്ക് ശേഷം കുട്ടിച്ചേതൻ തന്റെ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് അനാഥരായ ജനങ്ങൾക്ക് ഇലക്ഷൻ നിന്ന് ആ ഏരിയയിലെ മിനിസ്റ്ററായി മാറി. കുട്ടികൾക്കെല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷനും പിന്നെ ആഹാരവും നൽകി. തെറ്റു ചെയ്യുന്ന മിനിസ്റ്ററുകൾക്ക് വളരെ ക്രൂരമായ ശിക്ഷ നൽകി.